ഹൃദയപൂർവ്വം, സുമതി വളവ്, സർക്കിട്ട്, ഓടുംകുതിര, ചാടുംകുതിര എന്നീ 4 മലയാള സിനിമകൾ ഇന്ന് വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസായിട്ടുണ്ട്. സായ അഭ്യങ്കർ മോളിവുഡിലെ ഹയസ്റ്റ് പെയ്ഡ് മ്യൂസിക് ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 2 കോടി രൂപയാണ് സായ അഭ്യങ്കറിന് ബൾട്ടി സിനിമയ്ക്കായിട്ട് സാലറി കൊടുത്തിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ പുതിയ ഹിന്ദി ചിത്രമായ ദായര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ ഭാഗത്തുനിന്ന് ലൊക്കേഷൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ കൂടാതെ കരീന കപൂറും സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. അവതാർ സിനിമയുടെ 3ാം ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷൻ എന്ന സിനിമയുടെ 2ാമത്തെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പുതിയൊരു ഗോത്രം കൂടി വരുന്നുണ്ട്. എന്തായാലും കിടിലം പടമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഡിസംബർ 19-നാണ് സിനിമയുടെ റിലീസ്. നെസ്ലൻ അമൽനീരദ് പടത്തിൽ നിന്നും DQ ഇപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾസ് കാരണം പിന്മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. DQ സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ആയിരുന്നു ചെയ്യാനിരുന്നത്. ഇപ്പോൾ ടൊവിനോ തോമസുമായിട്ടാണ് സിനിമയുടെ ടീം ടോക്സ് ഒക്കെ നടക്കുന്നത്. മിക്കവാറും ടൊവിനോ തോമസ് ഈ ഒരു പ്രൊജക്റ്റിൽ ലോക്കാവാനാണ് ചാൻസ്. ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയുമാണ് സിനിമയിലെ മറ്റു താരങ്ങൾ. സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ വരും. ഷൈൻ നിഗം നായകനായിട്ട് എത്തിയ ബൾട്ടി സിനിമയ്ക്ക് ഇന്ന് പോസിറ്റീവ് റെസ്പോൺസാണ് കേരളത്തിൽ നിന്നൊക്കെ വരുന്നത്. എന്തായാലും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.